നടി ആക്രമിച്ചതുപോലെ ഞാൻ മറ്റുള്ള പല നടിമാരെയും ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് പൾസർ സുനി ഓപ്പൺ ആയിട്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിനെതിരെ അന്വേഷണമോ അല്ലെങ്കിൽ പൾസർ സുനി പറഞ്ഞതിനെതിരെ നടപടിയോ ആരും തന്നെ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, നടി ആക്രമിച്ചതുപോലെ മറ്റുള്ള നടിമാരെ പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ നടിയെയും ഇവൻ തന്നെ സ്വയം ഇത് ചെയ്തിരിക്കില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നിട്ട് പിടിക്കപ്പെട്ടപ്പോൾ അത് നടൻ ദിലീപിന്റെ പേരിലിട്ടു. അപ്പോൾ ഒരു നടിയെ ആക്രമിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ലെന്ന് പൾസർ സുനി തന്നെ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ ചോദിക്കുകയാണ്, അതായത് മറ്റുള്ള നടിമാരെയും ആക്രമിച്ചത് ദിലീപ് പറഞ്ഞിട്ടാണോ എന്ന്. അല്ല എന്ന് വ്യക്തമായി തന്നെ പൾസർ സുനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നടിയെയും പൾസർ സുനി സ്വന്തം താല്പര്യപ്രകാരം ആക്രമിക്കുകയും നടിക്കും ദിലീപിനും ഉണ്ടായ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയ പൾസർ സുനി അത് ദിലീപിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നതാണ് മറ്റൊരു കാര്യം. ഈ മറ്റുള്ള നടിയെ ആക്രമിച്ചു എന്ന് പറയുന്ന കാര്യം ആരും ഒരു റിപ്പോർട്ടർ ചാനലിലോ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളുടെ ഇടയിലോ ഇത് ചർച്ചയാവുന്നതേയില്ല. എല്ലാവരും ദിലീപ് ദിലീപ് എന്നുള്ളൊരു പേര് മാത്രമാണ് പറയുന്നത്. സ്വയം കുറ്റം സംബന്ധിച്ച ഒരു കൊടും കുറ്റവാളി, ആ കുറ്റവാളി തന്നെ പറയുന്നു വേറെയും നടിമാരെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി മറ്റുള്ള നടിമാരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നും പറയുന്നു. മറ്റുള്ള നടിമാരെ പോലെ ഈ നടിയും ആരോടും പറയില്ല എന്നാണ് താൻ കരുതിയത്. പക്ഷേ കാര്യങ്ങൾ അവിടെ കൈവിട്ടു പോയി എന്നും പൾസർ സുനി പറയുന്നുണ്ട്. അപ്പോൾ നടിമാരെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി കാശ് തട്ടുന്ന ഈ ഒരു പരിപാടി ഒരു തൊഴിലാക്കി തന്നെയാണ് പൾസർ സുനി കൊണ്ടു നടന്നത്. പക്ഷേ ഈ നടി അത് പുറത്തു പറഞ്ഞതോടുകൂടി ദിലീപിന്റെ പേരിൽ അത് പൾസർ സുനി ഇടുകയായിരുന്നുവെന്നും ദിലീപ് ഇവിടെ തീർത്തും കുറ്റാരോപിതനാണ്. മാത്രമല്ല, ദിലീപിനെതിരെ ഇതുവരെ 7 വർഷത്തിൽ ഒരു തെളിവ് കൂടി പോലീസിന് ശേഖരിക്കാൻ സാധിച്ചില്ലെന്നും വെറുതെ കേസ് നീട്ടിക്കൊണ്ടുപോകൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പലരും ഇപ്പോൾ കമന്റ് ചെയ്യുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നതാണ് മറക്കാതെ കമന്റ് ചെയ്യുക.